മകളെ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. LBS റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് അറിയാം. അതിൽ തന്നെ പല രീതിയിലുള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, GNM റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ക്ലാരിറ്റി ഉള്ളത് നിങ്ങൾ ഏതാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഏതൊക്കെ കോളേജുകൾ വേണമെന്നൊരു ആഗ്രഹവും ഉണ്ടാവും. അത് ധാരണയില്ല, ആഗ്രഹം. പക്ഷെ അവിടെയൊക്കെ കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ വച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് വെച്ച് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഡയറക്റ്റ് ഒരു ലിങ്ക് തരാൻ പോവാണ്. ഈ ഒരു പറയുന്ന ഒന്നാമത്തെ കാര്യം, LBS റാങ്ക് ലിസ്റ്റ് ലേറ്റ് ആകും. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ച വന്നാൽ പോലും നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് കുറച്ചുകൂടി വൈകും. അതിനുശേഷം സെപ്റ്റംബർ 1 ആയിരിക്കില്ല. അതിനുശേഷം സെപ്റ്റംബർ 2nd വീക്കൊക്കെ ആകാൻ നിലവിലെ സാഹചര്യത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. അതിനിടയ്ക്ക് ഒരാഴ്ചയോളം നിങ്ങൾക്ക് എന്തുണ്ട്, ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബാക്കപ്പ് ഓപ്ഷൻസ് എടുക്കാം. ഓക്കെ, അതിന് ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് വേറെ ഏതെങ്കിലും കേരളത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ. അതല്ലാത്ത പക്ഷം കേരളത്തിൽ തന്നെ കിട്ടണം, LBS റാങ്ക് ലിസ്റ്റ് വഴി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസത്തിൽ റിസ്ക് എടുക്കരുത്. ബട്ട് വിശ്വാസത്തിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അതൊന്നുകൂടി ഉറപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റാങ്ക് ബേസിസ് കോളേജ് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വേറെ ഒന്നുമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 വിഷയം എടുക്കുക. നിങ്ങളുടെ +2 മാർക്ക് എടുക്കുക. 3ന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. 3 കൂടെ കൂട്ടുക. 300 എത്രയാണോ അത്രയും. സിമ്പിൾ അല്ലേ? ഈ പറയുന്ന 3 വിഷയത്തിന്റെ പെർസെൻറ്റേജ് അങ്ങ് കൂട്ടുക. 300, അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. സിമ്പിൾ. ആ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് എത്രാമത്തെ റാങ്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പ്രഡിക്ഷൻ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു സൈറ്റിൽ പോയിട്ട്, LBSന്റെ തന്നെ സൈറ്റാണ്, 2025 കട്ട് ഓഫ് നിങ്ങൾക്ക് ലഭിക്കുന്ന സൈറ്റാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് BSc നഴ്സിംഗ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് എന്നുകൂടി ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അത് രണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഓപ്ഷനാണത്, അതായത് നിങ്ങൾ വയ്ക്കാൻ പോകുന്ന ഒരു ഓപ്ഷനാണ്. ഒന്ന് കോളേജ് ഉണ്ട്, മറ്റൊന്ന് കോഴ്സ് ഉണ്ട്. ഇത് രണ്ടും സെലക്ട് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഡേറ്റ, ലാസ്റ്റ് റാങ്ക്, ഇൻഡെക്സ് മാർക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യാം, റേഡിയോളജി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നോക്കാം. BPT ആണെങ്കിൽ അങ്ങനെ നോക്കാം. നിങ്ങൾ ഏതൊക്കെ കോഴ്സാണോ, ഏതൊക്കെ കോളേജുകളിലാണോ അത് അറിയാൻ ആഗ്രഹിക്കുന്നത്, ജസ്റ്റ് ഇതുവഴി എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. അത് അതുപോലെ തന്നെ ആവർത്തിക്കണമെന്നില്ല, കാരണം അത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ ആണ്. പക്ഷേ വലിയ വ്യത്യാസങ്ങൾ സാധാരണ ഉണ്ടാവാനും ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. സോ മക്കളെ, ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പേരിലേക്ക് അയച്ചു കൊടുത്തോ.